ഹലോ ഫ്രണ്ട്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ അവസാനമായി നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഇന്ന് നമ്മൾ ഒവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഫീമെയിൽ ഗമേറ്റിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സാധാരണ നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഞാനതൊന്ന് റിവൈസ് ചെയ്യാം. അതായത് നമുക്കറിയാം ഓവറിയുടെ ഉള്ളിലാണ് ആരുള്ളത്, ഒവ്യൂൾ ഉള്ളത്. ഓവറിയുടെ ഉള്ളിൽ പ്ലാസൻ്റയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓവ്യൂൾ ഉള്ളത്. ഓക്കെ, പ്ലാസൻ്റയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓവ്യൂൾ ഉള്ളത്. അപ്പോൾ പ്ലാസൻ്റയുമായി കണക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെ, അതായത് ഓവ്യൂളിൻ്റെ ബോഡിയെ പ്ലാസൻ്റയുമായി കണക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ഫ്യൂണിക്കുലസ് അല്ലെങ്കിൽ ഫ്യൂണിക്കിൾ എന്നാണ് വിളിച്ചത് അല്ലേ. ഫ്യൂണിക്കിൾ എന്നാണ് വിളിച്ചത്. ഈ ഫ്യൂണിക്കിൾ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഫ്യൂണിക്കിൾ. ഇതാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന ഭാഗം. ഈ ഫ്യൂണിക്കിൾ ഒവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഹൈലം എന്നാണ് വിളിച്ചത്. ഓക്കെ, ഹൈലം. അപ്പോൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസൻ്റയുമായിട്ട് ഒവ്യൂളിൻ്റെ ബോഡിയെ കണക്ട് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിച്ചത്. അതുപോലെ ഫ്യൂണിക്കിൾ ഒവ്യൂളിൻ്റെ ബോഡിയുമായി അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിച്ചത്. ഇനി ഫ്യൂണിക്കിൾ ഒവ്യൂളിൻ്റെ ബോഡിയുമായിട്ട് ലെങ്ത് വൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഹൈലത്തിന് ബിയോണ്ട് ആയിട്ട്, ഹൈലത്തിന് അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഫ്യൂണിക്കിൾ ഇങ്ങനെ ഒവ്യൂളിൻ്റെ ബോഡിക്ക് പാരലായിട്ട് വരുന്നുണ്ട്. അവിടെ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ റാഫെ എന്നാണ് വിളിച്ചത് അല്ലേ, റാഫെ. ഓക്കെ, പിന്നീട് നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചത്, ഇപ്പോൾ ഈ ഞാനിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഒവ്യൂൾ എന്ന് പറയുന്നത് അനാട്രോപ്പസ് ഒവ്യൂളാണ് അല്ലേ. അതായത് ഇൻവേർട്ടഡ് രൂപത്തിൽ കാണുന്ന ഒവ്യൂൾ അല്ലേ. ഇനി ഈ രൂപത്തിൽ കാണപ്പെടുന്ന ഒവ്യൂളാണ് ഞാനിവിടെ അതിൻ്റെ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണപ്പെടുന്ന ഒവ്യൂളിനെയാണ് നമ്മൾ ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ. ഓക്കെ, അപ്പം ഇത് നേരെയുള്ള ഒവ്യൂളാണ് അല്ലേ, നമുക്ക് കാഴ്ചയിൽ നേരെയാണ് നിൽക്കുന്നത്. മറ്റേതാണെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഒവ്യൂളിൻ്റെ ബേസ് ആണെങ്കിൽ ഈ ബേസിൽ നിന്നും ആണ് ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, ഇവിടെ നിന്നാണ് ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു പാർട്ടിനെ, ഒവ്യൂളിൻ്റെ ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടിനെയാണ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് വിളിക്കുക. ഓക്കെ, ചലാസൽ എൻഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത്, ഈ ഭാഗത്ത് എന്തായിരിക്കും, നമ്മുടെ ഇൻഡഗ്യുമെൻസ് ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ഇൻഡഗ്യുമെൻസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ അല്ലേ. ഈ രൂപത്തിലായിരിക്കും ഇൻഡഗ്യുമെൻസ് കവർ ചെയ്യുക. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ വേറെ കളർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ എന്തായിരിക്കും, ഇൻഡഗ്യുമെൻസ് ആബ്സെൻ്റ് ആയിരിക്കും. ആ പാർട്ടിനെയാണ് നമ്മൾ മൈക്രോ പൈൽ എന്ന് വിളിക്കുക. ഓക്കെ, മൈക്രോ പൈൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലോ നോട്ട്ബുക്കിലോ ഒക്കെ രണ്ട് രൂപത്തിലുള്ള ഒവ്യൂൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അപ്പോൾ നമ്മൾ മുകളിലാണ് താഴെയാണ് എന്ന് ഓർത്ത് വെക്കുന്നതിന് പകരം ഇൻഡഗ്യുമെൻസ് എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഭാഗം, ഒവ്യൂളിൻ്റെ ബേസിനെയാണ് നമ്മൾ ചലാസൽ എൻഡ് എന്ന് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഡഗ്യുമെൻസ് എന്താ പറയുക ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഓർത്തോട്രോപ്പസ് ഒവ്യൂളിലാണെങ്കിൽ മുകളിലായിരിക്കും എന്ത്, മൈക്രോപൈൽ ഉള്ളത്. അനാട്രോപ്പസ് ഒവ്യൂളിലാണെങ്കിൽ താഴെ ഇവിടെയാണ് മൈക്രോപൈൽ ഉള്ളത്. ഇതാണ് മൈക്രോപൈൽ അല്ലേ. അപ്പം ഈ ഒരു എൻഡിനെ നമ്മൾ മൈക്രോപൈലാർ എൻഡ് എന്നും ചലാസ ഉള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ചലാസൽ എൻഡ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളിലോട്ട് പോയാൽ പിന്നെ ചലാസൽ എൻഡിൽ നിന്ന് നമ്മുടെ ഇൻഡഗ്യുമെൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മൈക്രോപൈലാർ എൻഡിൽ ഇൻഡഗ്യുമെൻസ് ആബ്സെൻ്റ് ആണ്. ദെൻ നമ്മൾ ഉള്ളിലോട്ട് പോയാൽ ന്യൂസെല്ലസ് ഉണ്ട് അല്ലേ. പാരൻകൈമാറ്റസ് ടിഷ്യൂവിനാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉള്ളത്. എംബ്രിയോ സാക്കിൻ്റെ ചലാസൽ എൻഡിൽ 3 സെൽസ് ഉണ്ട്. അതുപോലെ മൈക്രോപൈലാർ എൻഡിലും 3 സെൽസ് ഉണ്ട്. ചലാസൽ എൻഡിലുള്ള സെൽസ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് വിളിക്കുന്നത്. എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഈ ലെക്ചറിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ അത് ശരിക്കും പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മുകളിലുള്ളതിനെ ആൻറ്റിപോഡൽ സെൽസ് എന്നും അതുപോലെ ഏറ്റവും താഴെയുള്ള മൈക്രോപൈലാർ എൻഡിലുള്ളതിനെ നമ്മൾ എന്താണ് വിളിക്കുക, എഗ് അപ്പാരറ്റസ് എന്നുമാണ് വിളിക്കുക. അവിടെ ഒരു എഗ്ഗും 2 സൈനർജിഡ്സും ഒക്കെയാണ് ഉണ്ടാവുക. ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഒവ്യൂളിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ വരുന്നത് അല്ലേ. എംബ്രിയോസാക്ക്, ന്യൂസെല്ലസ്, അതിൻ്റെ പുറമെ നമ്മുടെ ഇൻഡെഗ്മെൻസ്, പിന്നെ സൈഡ് വൈസ് ആയിട്ടുള്ള റാഫെ, അതുപോലെ തന്നെ ഫ്യൂണിക്കുലസ്, ഹൈലം. ഇത്രയുമാണ് ഒവ്യൂളിൻ്റെ പാർട്ട് പ്രധാനപ്പെട്ട വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒവ്യൂൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതിൽ നിന്ന് മെഗാസ്പോറോജനസിസ് നടന്നിട്ട് മെഗാസ്പോർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, പിന്നീട് എംബ്രിയോസാക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എക്സെല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒവ്യൂൾ ഡെവലപ്സ് ആസ് എ പ്രൈമോഡിയം ഓഫ് ന്യൂസെല്ലസ് ഓവർ പ്ലാസൻഡ. പ്ലാസൻഡയുമായിട്ടാണല്ലോ ഒവ്യൂൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓവറിയുടെ ഉള്ളിൽ പ്ലാസൻഡയുമായിട്ടാണ് ഒവ്യൂൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ന്യൂസെല്ലസിൻ്റെ ഒരു പ്രൈമോഡിയമായിട്ടാണ് ആദ്യം എന്ത് ചെയ്യുക, ഒവ്യൂൾ ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, ഇനീഷ്യൽസ് ഓഫ് ഇൻഡഗുമെൻസ് ഡെവലപ്പ് ഫ്രം ദി ബേസ് ഓഫ് ഒവ്യൂൾ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഇതാണ് ഓർത്തോട്രോപ്പസ് ഒവ്യൂളിൻ്റെ ഒരു റഫ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒവ്യൂളിൻ്റെ ബേസിൽ നിന്നും ആര് വരും, ഇൻഡഗുമെൻസ് രണ്ട് ഭാഗത്തേക്കും വരും. എന്നിട്ട് ഈ ബോഡിയെ മൊത്തം കവർ ചെയ്യും അല്ലേ. മൈക്രോപൈലാർ എൻഡ് അല്ലാത്ത എല്ലാ ഭാഗത്തും ഇൻഡഗുമെൻസ് കവർ ചെയ്യും. ഓക്കെ, ഇൻഡഗുമെൻസ് ഗ്രോസ് ടു സറൗണ്ട് ദ ന്യൂസെല്ലസ് ഓൺ ഓൾ സൈഡ്സ് എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ് ഓർ മൈക്രോപൈലാർ റീജിയൻ. മൈക്രോപൈലാർ റീജിയനിൽ അല്ലെങ്കിൽ ടിപ്പിലല്ലാത്ത എല്ലാ ഭാഗത്തും ആര് വരും, ഇൻഡഗുമെൻസ് വന്നിട്ട് കവർ ചെയ്യും. ഒവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ എംബ്രിയോസാക്കിൻ്റെ ഫോർമേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ദി ഹൈപ്പോഡെർമൽ റീജിയൻ ഓഫ് ന്യൂസെല്ലസ് ടുവേർഡ്സ് മൈക്രോപൈൽ എൻഡ് ഡെവലപ്സ് എ പ്രൈമറി ആർക്കിസ്പോറിയൽ സെല്ല്. അപ്പോൾ നമ്മളിപ്പം ആദ്യം ന്യൂസെല്ലസിൻ്റെ പ്രൈമോഡിയമാണെന്ന് പറഞ്ഞു, പാരൻകൈമാറ്റസ് സെൽസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അതിനെ റഫായിട്ട് ഇങ്ങനെ വരയ്ക്കാണ്. മുകളിലുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ ചലാസൽ എൻഡ് എന്ന് വിളിക്കുകയാണ്. അതുപോലെ എന്താണ്, താഴെയുള്ള ഭാഗത്തെ മൈക്രോ പൈലാർ എൻഡ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, മൈക്രോ പൈലാർ എൻഡ്. ഇതിൽ നമുക്കറിയാം നമ്മളെപ്പോഴും ഏറ്റവും പുറമേ ഉള്ളത് എപ്പിഡെർമിസും അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ ഹൈപ്പോഡെർമൽ റീജിയൻ എന്ന് പറയാം അല്ലേ. ഇനി മൈക്രോ പൈലാർ എൻഡിലുള്ള ഞാനിതിനെ ഹാഫായിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യാണ്. ഇതാണ് മൈക്രോ പൈലാർ എൻഡ്, ഇതാണ് ചലാസൽ എൻഡ്. ഈ മൈക്രോ പൈലാർ എൻഡിലെ ഹൈപ്പോഡെർമൽ റീജിയനിലെ ഒരു സെല്ല് എന്ത് ചെയ്യും, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആർക്കിസ്പോറിയൽ സെല്ലായി മാറും. ന്യൂസെല്ലസിൽ നിന്നും ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ആർക്കിസ്പോറിയൽ സെല്ലായി മാറും. ഓക്കെ, ഇറ്റ് ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ഡെവലപ്സ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. അതിങ്ങനെ ഗ്രോ ചെയ്യും, എന്നിട്ട് നല്ല ഒരു വലിയ ഒരു സെല്ലായി മാറും. ഓക്കെ, ഇതാണ് ആർക്കിസ്പോറിയൽ സെല്ല്. അപ്പോൾ ഹൈപ്പോഡെർമൽ റീജിയനിൽ മൈക്രോ പൈലാർ എൻഡിൽ ഒരു സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നു, അത് നമ്മൾ ആർക്കിസ്പോറിയൽ സെല്ല് എന്ന് വിളിക്കുന്നു. നമ്മൾ മൈക്രോസ്പോറോജനസിസ് പഠിച്ചപ്പം അവിടെ നമ്മളൊരു ആർക്കിസ്പോറിയൽ സെല്ല് പഠിച്ചിരുന്നു. അതിൻ്റെ ഡിവിഷനും പിന്നീട് സ്പോറോജീനസ് ടിഷ്യൂ ഫോം ചെയ്യുന്നതും അതിൽ നിന്ന് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായി വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആർക്കിസ്പോറിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സ്പോറോജീനസ് ടിഷ്യൂവും അതുപോലെ പറൈറ്റൽ സെല്ലും ഉണ്ടാകുന്നു. സ്പോറോജീനസ് ടിഷ്യൂ പിന്നീട് മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു. അതിൽ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, മെഗാസ്പോർസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ ആർക്കിസ്പോറിയൽ സെല്ലിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അതിൽ ഡിവിഷൻ നടന്നിട്ട് എന്താണ്, പറൈറ്റൽ സെല്ലും അതുപോലെ സ്പോറോജീനസ് സെല്ലും ഉണ്ടാകുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, പറൈറ്റൽ സെല്ലും സ്പോറോജീനസ് സെല്ലും റെഡി. ആർക്കിസ്പോറിയൽ സെല്ല് എവിടെയാണ് ഉണ്ടായത്, ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ മൈക്രോപൈലാർ എൻഡിൽ ഹൈപ്പോഡെർമൽ റീജിയനിൽ അല്ലേ. ആ ആർക്കിസ്പോറിയൽ സെല്ലിൽ ഡിവിഷൻ നടന്നിട്ട് പറൈറ്റൽ സെല്ലും അതുപോലെ സ്പോറോജീനസ് സെല്ലും ഉണ്ടായി. ഓക്കെ, ദ ആർക്കിസ്പോറിയൽ സെൽ often divides once into outer primary parietal or wall cell and inner primary sporogenous cell. Primary parietal cell may divide one or more times. Parietal cell വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, സ്പോറോജീനസ് സെല്ലിന് എന്താ സംഭവിക്കുക, ദ പ്രൈമറി സ്പോറോജീനസ് സെൽ commonly functions directly as diploid megaspore mother cell or megasporocyte. ഈ സ്പോറോജീനസ് സെൽ അതായത് ആർക്കിസ്പോറിയൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സ്പോറോജീനസ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്, മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുമാണ് മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഗാസ്പോർ മദർ സെല്ല് അല്ലേ. മെഗാസ്പോർ മദർ സെൽ അല്ലെങ്കിൽ നമുക്കതിനെ MMC എന്ന് പറയാം. ദ മെഗാസ്പോർ മദർ സെൽ undergoes meiosis and forms a linear tetrad of 4 haploid megaspores. ഇതിൻ്റെ മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർ മദർ സെല്ലിൻ്റെ
മിയോസിസ് നടന്നിട്ട് ലീനിയർ ടെട്രാഡ് എന്ന് പറയുമ്പം ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ, ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള 4 സെൽസ് നമുക്ക് കിട്ടും. ഇവരൊക്കെ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഇവരെ നമ്മൾ മെഗാസ്പോർസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മെഗാസ്പോർസ്. അപ്പം നമ്മുടെ ഇവിടെ ഞാൻ ആർക്കിസ്പോറിയൽ സെല്ലിനെ കാണിക്കാം. മൈക്രോപൈലാർ റീജിയനിൽ, ഹൈപ്പോഡെർമൽ റീജിയനിൽ മൈക്രോപൈലാർ എൻഡിൽ ആർക്കിസ്പോറിയൽ സെല്ല് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നു. ആ ആർക്കിസ്പോറിയൽ സെല്ലിൽ ഡിവിഷൻ നടന്നിട്ട് എന്താണ്? പറൈറ്റൽ സെല്ലും അതുപോലെ സ്പോറോജീനസ് സെല്ലും ഉണ്ടാവുന്നു അല്ലേ. ഇത് പറൈറ്റൽ സെല്ലാണ്. ഓക്കെ, അപ്പോൾ പറൈറ്റൽ സെല്ലും സ്പോറോജീനസ് സെല്ലും ഉണ്ടാവുന്നു. സ്പോറോജീനസ് സെല്ലാണ് പിന്നീട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൽ മിയോസിസ് നടന്നിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നത്. മെഗാസ്പോർ ടെട്രാഡ് എന്ന് പറയുമ്പോൾ 4 മെഗാസ്പോർസ് അല്ലേ. MMC അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് എന്താണ്? 2N കണ്ടീഷനിലുള്ള സെല്ലാണ്, ഡിപ്ലോയിഡ് സെല്ലാണ്. അതിൽ മിയോസിസ് നടന്നിട്ട് N കണ്ടീഷനിലുള്ള ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് മെഗാസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് എന്ത്? മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, മെഗാസ്പോറോജെനസിസ്. The process of meiotic formation of haploid megaspores from diploid megaspore mother cell is called megasporogenesis. Okay, commonly the chalazial megaspore remains functional while the other 3 degenerate. ഞാനിപ്പം നേരത്തെ വരച്ചിട്ടുള്ള ഈ പിക്ചറിലാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗം ചലാസൽ എൻഡാണ്. ഞാൻ അനാട്രോപ്പസ് ഓവ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. ചലാസൽ എൻഡ്. അതുപോലെ താഴ്ഭാഗം എന്താണ്? മൈക്രോപൈലാർ എൻഡാണ് അല്ലേ, മൈക്രോപൈലാർ എൻഡ്. അപ്പോൾ ചലാസൽ എൻഡിലുള്ള മെഗാസ്പോർ മാത്രം ഫങ്ഷണൽ ആയിട്ട് നിൽക്കും, അതവിടെ റിമെയിൻ ചെയ്യും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ബാക്കിയുള്ള 3 മൈക്രോപൈലാർ എൻഡിലേക്കുള്ള 3 എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ഈ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിൽ നിന്നുമാണ് നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, കോമൺലി ദ ചലാസൽ മെഗാസ്പോർ റിമെയിൻസ് ഫങ്ഷണൽ വൈൽ ദി അതർ 3 ഡീജനറേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ എന്താ നടക്കുക? ഈ ചലാസൽ എൻഡിൽ ഉണ്ടായിരുന്ന ഈ ഒരു മെഗാസ്പോർ മദർ സെൽ, അതിൻ്റെ ന്യൂക്ലിയസ് വീണ്ടും മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, ആ 2 ന്യൂക്ലിയസും എന്ത് ചെയ്യും? 2 ന്യൂക്ലിയസും അതിൻ്റെ 2 ഭാഗത്തേക്ക് പോകും. ഓക്കെ, 2 ഭാഗത്തേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വീണ്ടും ഡിവിഷൻ നടക്കും. എത്ര ഡിവിഷൻ നടക്കും? വീണ്ടും 2 ഡിവിഷൻസ് നടക്കും. 2 ഡിവിഷൻസ് നടന്നിട്ട് ടോട്ടൽ 8 ന്യൂക്ലിയസ് ഉള്ള ഒരു വലിയ സെല്ലായി മാറും. ഓക്കെ, ടോട്ടൽ 8 ന്യൂക്ലിയസ് ഉള്ള സെല്ലായി മാറും. റെഡി? അപ്പോൾ the 2 nucleus shifted to the 2 ends and divide the twice forming 4 nucleate and then 8 nucleate structure. അപ്പോൾ ആദ്യം ഈ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? 2 ന്യൂക്ലിയസ് ഉള്ള സെല്ലായി മാറും. പിന്നീട് ഈ 2 ന്യൂക്ലിയസും 2 ഭാഗത്തേക്ക്, 2 എൻഡിലേക്ക്, അതായത് ചലാസൽ എൻഡിലേക്കും അതുപോലെ തന്നെ മൈക്രോപൈലാർ എൻഡിലേക്കും മൂവ് ചെയ്തിട്ട് അവിടെ വീണ്ടും 2 ഡിവിഷൻസ് നടത്തും അല്ലേ. എന്നിട്ട് 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലായി മാറും. ഓക്കെ, 1 ന്യൂക്ലിയസ് ഫ്രം ഈച്ച് സൈഡ് മൂവ്സ് ടു ദി മിഡിൽ. ദേ ആർ കാൾഡ് പോളാർ ന്യൂക്ലി. ഈ 4 എണ്ണത്തിൽ ഓരോ ന്യൂക്ലിയസ് വീതം എന്ത് ചെയ്യും? 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് പോകും. അതായത് ഇവിടെ 3 ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് 1 ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് വന്നു. അതുപോലെ മുകളിലുള്ള ചലാസൽ എൻഡിലുള്ള താഴെ മൈക്രോപൈലാർ എൻഡിൽ 4 ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതിലൊരു ന്യൂക്ലിയസ് സെൻറ്ററിലേക്ക് വന്നു. അതുപോലെ തന്നെ ചലാസൽ എൻഡിലുള്ള 4 ന്യൂക്ലിയസിൽ നിന്നും ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്തു? സെൻറ്ററിലേക്ക് വന്നു. ഈ ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്, സെൻറ്ററിലുള്ള ന്യൂക്ലിയസിനെ. 1 ന്യൂക്ലിയസ് ഫ്രം ഈച്ച് സൈഡ് മൂവ്സ് ടു ദി മിഡിൽ. ദേ ആർ കാൾഡ് പോളാർ ന്യൂക്ലി. The remaining 3 nuclei form cells at the 2 ends, 3-celled egg apparatus at the micropylar end and 3 antipodal cells at the ചലാസൽ end. ഇനി ബാക്കി 2 സൈഡിലും, അതായത് മൈക്രോപൈലാർ എൻഡിലും അതുപോലെ ചലാസൽ എൻഡിലും 3 ന്യൂക്ലിയസ് വീതമാണല്ലോ ഉള്ളത്. അവർ 3 സെൽസ് അവിടെ ഫോം ചെയ്യും. അതായത് ചലാസൽ എൻഡിലും 3 സെൽ ഫോം ചെയ്യും, അതുപോലെ മൈക്രോപൈലാർ എൻഡിലും 3 സെൽ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ചിത്രമാണ്, പിക്ചറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ചലാസൽ എൻഡിൽ 3 സെല്ല് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ചലാസൽ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 സെല്ല് കാണുന്നുണ്ട്. 1 2 3 അല്ലേ.
അതുപോലെ മൈക്രോ പൈലാർ എൻഡിലും നമ്മൾ 3 സെല്ല്, ഇത് 2 സെല്ലാണ്, ഇതിൻ്റെ ബാക്കിൽ വലിയ ഒരു സെല്ലുണ്ട് അല്ലേ. അങ്ങനെ 3 സെല്ല് വീതം എന്ത് ചെയ്യും, 2 ഭാഗത്തും ചെലാസൽ എൻഡിലും മൈക്രോ പൈലാർ എൻഡിലും ഫോം ചെയ്യും. ഓക്കെ, ഈ മൈക്രോ പൈലാർ എൻഡിൽ ഫോം ചെയ്യുന്ന സെൽസിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് അവരെ 3 പേരെയും കൂടി ഒരുമിച്ച് എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. എഗ് അപ്പാരറ്റസ്. ഓക്കെ, എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കാൻ കാരണം ഒരു എഗ് സെല്ലും അതുപോലെ 2 സൈനർജിഡ്സുമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, മൈക്രോ പൈലാർ എൻഡിൽ ഉണ്ടാവുക. ചെലാസൽ എൻഡിലുള്ള സെൽസിനെ നമ്മൾ ആൻറ്റിപോഡൽസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഓവ്യൂള് പ്ലാസൻ്റയിൽ നിന്നും ന്യൂസെല്ലസിൻ്റെ പ്രൈമോഡിയമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നു. ആ ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ എന്താണ്, മൈക്രോ പൈലാർ എൻഡിലെ ഹൈപ്പോഡെർമൽ റീജിയനിൽ ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നു. അതിനെ നമ്മൾ ആർക്കിസ്പോറിൽ സെൽ എന്ന് വിളിച്ചു. ആർക്കിസ്പോറിൽ സെല്ലിൽ ഡിവിഷൻ നടന്നിട്ട് 2 സെല്ലുണ്ടായി. ഏതൊക്കെയാണ്? പ്രൈമറി പറൈറ്റൽ സെല്ലും അതുപോലെ പ്രൈമറി സ്പോറോജീനസ് സെല്ലും. പ്രൈമറി സ്പോറോജീനസ് സെല്ല് അതാണ് പിന്നീട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ മെഗാസ്പോർ മദർ സെല്ലിനെ അല്ലെങ്കിൽ MMCയെ അതിൽ മിയോസിസ് നടന്നിട്ട് 4 ടെട്രാഡ് ഓഫ് ലീനിയർ ടെട്രാഡ് ഓഫ് 4 മെഗാസ്പോർസ് ഉണ്ടാവും അല്ലേ. അതായത് മെഗാസ്പോർ മദർ സെല്ലിൽ മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 മെഗാസ്പോർസ് ഉണ്ടാവും. മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോർസിൻ്റെ പ്ലോയിഡ് ലെവൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അങ്ങനെ അവർ 4 ആളും ഉണ്ടായി. അതിൽ മൈക്രോ പൈലാർ എൻഡിലുള്ള 3 മെഗാസ്പോർസും ഡീജനറേറ്റ് ചെയ്തു പോകും. ചെലാസൽ എൻഡിലുള്ള മെഗാസ്പോർ മാത്രം ബാക്കിയാവും. ആ മെഗാസ്പോറിൽ പിന്നീട് എന്ത് ചെയ്യും, അതിൻ്റെ ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ 2 ന്യൂക്ലിയസ് ആയി മാറും. ഈ 2 ന്യൂക്ലിയസും മൈക്രോ പൈലാർ എൻഡിലേക്കും ചെലാസൽ എൻഡിലേക്കും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ചെലാസൽ എൻഡിലും മൈക്രോ പൈലാർ എൻഡിലും വീണ്ടും 2 ഡിവിഷൻസ് നടക്കും. അങ്ങനെ ടോട്ടൽ 8 ന്യൂക്ലിയസ് കിട്ടും നമുക്ക്. ഓക്കെ, അതിൽ ചെലാസൽ എൻഡിലുള്ള 4 ന്യൂക്ലിയസിൽ നിന്നും 1 ന്യൂക്ലിയസ് സെൻറ്ററിലേക്ക് വരും. അതുപോലെ തന്നെ മൈക്രോ പൈലാർ എൻഡിലുള്ള 4 ന്യൂക്ലിയസിൽ നിന്നും 1 ന്യൂക്ലിയസ് സെൻറ്ററിലേക്ക് വരും. അങ്ങനെ സെൻറ്ററിൽ 2 ന്യൂക്ലിയസും അതുപോലെ 2 സൈഡിലും, അതായത് മൈക്രോ പൈലാർ എൻഡിലും ചെലാസൽ എൻഡിലും 3 ന്യൂക്ലിയസ് വീതം ഉണ്ടാവും. പിന്നീട് ഇവരെന്ത് ചെയ്യും, അവിടെ സെൽസ് ഫോം ചെയ്യും. 2 എൻഡിലും മൈക്രോ പൈലാർ എൻഡിലും ചെലാസൽ എൻഡിലും ഉള്ള 3 ന്യൂക്ലിയസ് അവിടെ 3 സെൽസ് ഫോം ചെയ്യും. ചെലാസൽ എൻഡിലുള്ള സെൽസിനെ നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് വിളിക്കുക. മൈക്രോ പൈലാർ എൻഡിലുള്ള സെൽസിനെ നമ്മൾ എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. അവിടെ ഒരു എഗ്ഗും 2 സൈനർജിഡ്സുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെലാസൽ എൻഡിൽ 3 സെല്ല് കിട്ടി, മൈക്രോ പൈലാർ എൻഡിലും 3 സെല്ല് കിട്ടി, അതുപോലെ സെൻറ്ററിൽ 2 ന്യൂക്ലിയസും കിട്ടി അല്ലേ. ഓക്കെ, ദ മിഡിൽ ബൈന്യൂക്ലിയേറ്റ് പാർട്ട് ഓർഗനൈസസ് ഇറ്റ് സെൽഫ് ഇൻ ടു എ സെൻട്രൽ സെൽ. ഇനിയിപ്പം സെൻറ്ററിലുള്ള 2 ന്യൂക്ലിയസ് ഉള്ള ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് ഒരൊറ്റ വലിയൊരു സെല്ലായി മാറും. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്നത് സെൻട്രൽ സെൽ എന്നാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സെല്ല് അല്ലേ. ഇതാണ് സെൻട്രൽ സെല്ല്. ഓക്കെ, ഇത്രയും വലിയൊരു സെല്ലാണ് സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. അതിൽ 2 ന്യൂക്ലിയസ് ആണുള്ളത്. അതിന് നമ്മൾ പോളാർ ന്യൂക്ലിയ എന്നാണ് വിളിക്കുന്നത്. എംബ്രിയോ സാക്ക് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ മെഗാസ്പോർ ഈസ് കാൾഡ് മോണോസ്പോറിക്. മോണോസ്പോറിക് എന്നാണ് നമ്മൾ ഇത്തരം എംബ്രിയോ സാക്കിനെ വിളിക്കുക. കാരണം എന്താണ്, മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടായി. അതിൽ 3 മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്ത് പോയി. പിന്നെ 1 മെഗാസ്പോറിൽ നിന്ന് അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് സെൽസ് ഉണ്ടായിട്ടാണ് നമുക്ക് ഈ എംബ്രിയോ സാക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1 മെഗാസ്പോറിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കയ്യിലുള്ള എംബ്രിയോ സാക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ മോണോസ്പോറിക് എന്നാണ് വിളിക്കുക. ഇനി എന്താണ്, ബൈസ്പോറിക് ആൻഡ് ടെട്രാസ്പോറിക് എംബ്രിയോ സാക്സ് ഹാവ് 2 and 4 മെഗാസ്പോർ പ്രിക്കേഴ്സേഴ്സ് ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എംബ്രിയോ സാക്ക്. അതായത് 2 മെഗാസ്പോറിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത് നമ്മുടെ എംബ്രിയോ സാക്ക് എങ്കിൽ അത് നമ്മൾ ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. 4 എണ്ണത്തിൽ നിന്നുമാണെങ്കിൽ ടെട്രാസ്പോറിക് എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ്, മോണോസ്പോറിക് എംബ്രിയോ സാക്ക് ആണ് അല്ലേ. 3 cells are grouped together at the micropylar end to form egg apparatus consisting of 2 synergids and an egg cell. ഇത് 2 synergids ആണ് മൈക്രോപൈലാർ എൻഡിലുള്ള 1, 2 അല്ലേ. പിന്നെന്താണ് അതിൻ്റെ ബാക്കിലായിട്ടുള്ളത് എഗ് ആണ് അല്ലേ. ഇതാണ് എഗ് സെല്ല്. ഓക്കെ,
3 cells are grouped together at ചലാസൽ എൻഡ് they are called antipodal cells. അപ്പം ചലാസൽ എൻഡിലുള്ള 3 സെൽസിനെ നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ വലിയൊരു സെല്ലായി, അത് നമ്മൾ സെൻട്രൽ സെൽ എന്ന് വിളിച്ചു. അവിടെ 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്. ഇനി മൈക്രോപൈലാർ എൻഡിലുള്ള അപ്പാരറ്റസിനെ അല്ലെങ്കിൽ 3 സെല്ലിനെയും കൂടി നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് വിളിച്ചു. അതിൽ 2 സൈനർജിഡ്സും ഒരു എഗ്ഗുമാണുള്ളത്. ചലാസൽ എൻഡിലുള്ള സെൽസ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ദ റിമൈനിങ് 2 ന്യൂക്ലിയർ പോളാർ ന്യൂക്ലി they move to the center of the embryo sac and fuse to form a diploid secondary nucleus. Thus a typical angiosperm embryo sac is 8 nucleate and 7 celled. അതായത് ഈ ബാക്കിയുള്ള 2 പോളാർ ന്യൂക്ലിയസും അത് അവർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ നോക്ക്, ഈ ഒരു പിക്ചറിലുള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്രയാണ്? 3 എണ്ണം മൈക്രോപൈലാർ എൻഡിൽ അല്ലേ, 3 ന്യൂക്ലിയസ്. അതുപോലെ 3 ന്യൂക്ലിയസ് ചലാസൽ എൻഡിൽ, 2 ന്യൂക്ലിയസ് സെൻറ്ററിലും. അപ്പോൾ ടോട്ടൽ ന്യൂക്ലിയ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 8 എണ്ണമാണ്. അതേ സമയത്ത് സെൽസ് മൈക്രോപൈലാർ എൻഡിൽ 3 എണ്ണം ഉണ്ട്, അതുപോലെ ചലാസൽ എൻഡിൽ 3 എണ്ണം ഉണ്ട്, സെൻറ്ററിൽ ഒരു സെല്ലുമാണ് ഉള്ളത്. അപ്പോൾ സെൽസ് 7 ആണ് അല്ലേ. അപ്പോൾ ഒരു ആൻജിയോസ്പേം, ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്കിൽ 8 ന്യൂക്ലിയസും അതുപോലെ തന്നെ 7 സെൽസുമാണ് ഉണ്ടാവുക. ഓക്കെ, ദ എംബ്രിയോ സാക്ക് ഈസ് കവേർഡ് ഓവർ ബൈ എ തിൻ മെംബ്രെയിൻ ഡിറൈവ്ഡ് ഫ്രം ദി പാരന്റ് മെഗാസ്പോർ വാൾ. അതായത് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അതായത് മെഗാസ്പോറിൽ നിന്നുമാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉണ്ടായി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ മെഗാസ്പോറിൻ്റെ വാളിൽ നിന്നുമാണ് എംബ്രിയോ സാക്കിൻ്റെ വാൾ ഉണ്ടാകുന്നത്. എംബ്രിയോ സാക്ക് ഈസ് കവേർഡ് ഓവർ by a thin membrane derived from the parent megaspore wall. The typical most common type of embryo sac found in 80% flowering plants is called polygonum type embryo sac. അതായത് 80% ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലും നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 8 ന്യൂക്ലിയസും അതുപോലെ തന്നെ 7 സെൽസുമുള്ള മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് ഉള്ള എംബ്രിയോ സാക്ക് ആണുള്ളത്. അതിനെയാണ് നമ്മൾ പോളിഗണം ടൈപ്പ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. Okay, the 3 micropylar cells are collectively known as egg apparatus. They are pyriform in outline and are arranged in a triangular fashion. അതായത് മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെൽസിനെയാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുക. പൈറിഫോം ഇൻ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ട്രയാങ്കുലാർ ഫാഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ ഉള്ളത് അല്ലേ, ഒരു ട്രയാങ്കിൾ പോലെയാണ് അവരുടെ സ്ട്രക്ചർ ഉള്ളത്. ഓരോ സെൽസും എന്താണ്, പൈറിഫോം, പിയർ ഷേപ്ഡ് ആണ് അല്ലേ. ഓക്കെ, ഇനി ദ 3 cells of egg apparatus have conspicuous common walls towards micropylar half. They separate and become thin towards the central cell. അതായത് നമ്മളിപ്പോൾ അവരെ വരയ്ക്കുകയാണെങ്കിൽ അവരുടെ വാൾസ് അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടാണുള്ളത് എവിടെ? മൈക്രോപൈലാർ എൻഡിൽ. ഓക്കെ, മൈക്രോപൈലാർ എൻഡിൽ അവർക്ക് കോമൺ വാൾസ് ആണുള്ളത്. ഇതാണ് അവരുടെ കോമൺ വാൾസ് അല്ലേ. അതേസമയത്ത് ചലാസൽ എൻഡിലേക്ക് വരുമ്പം ഇവിടെ എന്താണ്, ഓരോ സെൽസും സെപ്പറേറ്റ് ആണ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ, ഈ രൂപത്തിലാണ് ഉള്ളതെങ്കിൽ താഴ്ഭാഗത്ത് മൈക്രോപൈലാർ എൻഡിൽ അവർക്ക് കോമൺ വാൾസ് ആണുള്ളത്. അതേസമയത്ത് ചലാസൽ എൻഡിൽ അവർ സെപ്പറേറ്റ് ആണ്. ഓക്കെ, ദേ സെപ്പറേറ്റ് ആൻഡ് ബിക്കം തിൻ ടുവേർഡ്സ് ദി സെൻട്രൽ സെൽ. സെൻട്രൽ സെൽ എന്ന് പറയുമ്പോൾ നമ്മളെ ചലാസൽ എൻഡിലേക്കുള്ള അല്ലേ. 1 മിഡിൽ സെൽ ഈസ് ലാർജർ ആൻഡ് ഇസ് കാൾഡ് എഗ് ഓർ ഓസ്ഫിയർ. ഈ എഗ് അപ്പാരറ്റസിലെ ഒരു സെല്ല്, മിഡിൽ സെല്ലിനെ നമ്മൾ എഗ് അല്ലെങ്കിൽ ഓസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് എ സെൻട്രൽ ഓർ മൈക്രോപൈലാർ വാക്യൂൾ ആൻഡ് എ ന്യൂക്ലിയസ് ടുവേർഡ്സ് ദി ചലാസൽ എൻഡ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എഗ് എങ്കിൽ എന്താണ്, എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് സെൻട്രൽ സെല്ലിന് ടുവേർഡ്സ് ആയിട്ടാണുള്ളത്. അതിൻ്റെ വാക്യൂള് മൈക്രോപൈലാർ എൻഡിലാണുള്ളത്. അതേസമയത്ത് സൈനർജിഡ്സിൻ്റെതാണെങ്കിൽ ന്യൂക്ലിയസ് മൈക്രോപൈലാർ എൻഡിലാണുള്ളത്. അതേപോലെ എന്താണ്, വാക്യൂള് സെൻട്രൽ സെല്ലിന് ടുവേർഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് സെൻട്രൽ സെല്ലിലേക്കും അതുപോലെ വാക്യൂള് മൈക്രോപൈലാർ എൻഡിലേക്കും, അതേസമയത്ത് സൈനർജിഡ്സിൻ്റെ ന്യൂക്ലിയസ് മൈക്രോപൈലാർ എൻഡിലേക്കും അതേപോലെ വാക്യൂള് സെൻട്രൽ സെല്ലിന് ടുവേർഡ്സ് ആയിട്ടും അല്ലേ. A filiform apparatus or finger-like projections of the wall may or may not be present. The remaining 2 cells are called synergids, cooperative cells or help cells. അപ്പോൾ ഇവിടെ
ഇതിപ്പോൾ എഗ്ഗാണ്, ഇത് സൈനർജിഡ്സും ആണെങ്കിൽ ഞാൻ വേറെ കളർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അതായത് ഈ വാളിൻ്റെ എംബ്രിയോസാക്കിൻ്റെ വാളിൻ്റെ ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടന്നിട്ട് അവർ ഇതിലേക്ക് എംബ്രിയോസാക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. അങ്ങനെ പല ഫങ്ഷൻസും ഫിലിഫോം അപ്പാരറ്റസിനുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് എംബ്രിയോസാക്കിൻ്റെ വാൾസിൻ്റെ സൈനർജിഡ്സിൻ്റെ ഒക്കെ ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയാം. ഇനി സൈനർജിഡ്സിനെ നമ്മൾ കോപ്പറേറ്റീവ് സെൽസ് എന്നും അതുപോലെ ഹെൽപ്പ് സെൽസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ദ 3 cells of egg apparatus communicate with one another and to the central cell by plasmodesmata. ഈ എഗ് അപ്പാരറ്റസിലെ എല്ലാ സെൽസും പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണല്ലോ സെൽ ടു സെൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പരസ്പരം 3 സെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സെല്ലുമായിട്ടും അവർക്ക് എന്തുണ്ട്, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ഉണ്ട്. ദ എഗ് ഓർ ഓസ്ഫിയർ റെപ്രസെൻറ്റ്സ് ദ സിംഗിൾ ഫീമെയിൽ ഗമേറ്റ് ഓഫ് ദി എംബ്രിയോസാക്ക്. അപ്പോൾ നമ്മുടെ എഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പിക്ചറിലാണെങ്കിൽ ബാക്ക് സൈഡിലാണുള്ളത് അല്ലേ, ഇതാണ് നമ്മുടെ എഗ്, ഇവനാണ് എന്ത്, ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the synergids help on obtaining nourishment from the outer cells, guide the path of pollen tube by their secretion and function as a shock absorbers during the penetration of the pollen tube into the embryo sac. ഇവിടെ ഇപ്പോൾ നമ്മൾ എഗ് സെല്ലിൻ്റെ കൂടെ 2 സൈനർജിഡ്സ് കണ്ടു അല്ലേ, അവരുടെ ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസും കണ്ടു. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ഹെൽപ്പ് ഓൺ ഒബ്റ്റൈനിങ് നറിഷ്മെൻറ്റ് ഫ്രം ഔട്ടർ സെൽസ്. എംബ്രിയോസാക്കിൻ്റെ പുറമെ ആരാളുള്ളത്? ന്യൂസെല്ലസ് ആണുള്ളത് അല്ലേ, ന്യൂസെല്ലാർ ടിഷ്യൂ. അപ്പം ന്യൂസെല്ലസിൽ നിന്നും നറിഷ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തേത് നമ്മുടെ പോളൻ ട്യൂബ് ഇങ്ങനെ വരും അല്ലേ, പോളൻ ട്യൂബ് വന്നിട്ട് എംബ്രിയോസാക്കിലേക്ക് എൻട്രി ചെയ്യും അല്ലേ. അപ്പം പോളൻ ട്യൂബ് വരുമ്പം പോളൻ ട്യൂബിൻ്റെ എൻട്രിയെ ഗൈഡ് ചെയ്യുക, അതായത് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്തിട്ട് പോളൻ ട്യൂബ് ഏത് ദിശയിലേക്കാണ് വരേണ്ടത് എന്നതിനുള്ള വഴി കാണിക്കുക എന്നുള്ളത് സൈനർജിഡ്സിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ബൈ ദർ സെക്രീറ്റ് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്തിട്ടാണ് അവർ ഈ പോളൻ ട്യൂബിന് വഴി കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആസ് ഷോക്ക് അബ്സോർബേഴ്സ് ഡ്യൂറിങ് ദി പെനിട്രേഷൻ ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദി എംബ്രിയോസാക്ക്. ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് എംബ്രിയോസാക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതും എന്താണ്, നമ്മുടെ സൈനർജിഡ്സിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ദ 3 ചലാസൽ സെൽസ് ഓഫ് ദി എംബ്രിയോസാക്സ് ആർ കാൾഡ് ആൻറ്റിപോഡൽ സെൽസ്. ഇനി ചലാസൽ എൻഡിലുള്ള ഈ 3 സെല്ലിനെയാണ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത്. ദേ ആർ ദി വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് ദി എംബ്രിയോസാക്ക് വിച്ച് മേ ഡീജനറേറ്റ് സൂൺ ഓർ ടേക്ക് പാർട്ട് ഇൻ അബ്സോർബിംഗ് നറിഷ്മെൻറ്റ് ഫ്രം ദി സറൗണ്ടിങ് ന്യൂസെല്ലാർ ടിഷ്യൂ. അപ്പോൾ ഒന്നുകിൽ ഇവർ ഡീജനറേറ്റ് ചെയ്തു പോകും ആൻറ്റിപോഡൽ സെൽസ്, അല്ലെങ്കിൽ ന്യൂസെല്ലസിൽ നിന്നും ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അല്ലേ. ഇന്റേണലി ദേ ആർ കണക്റ്റഡ് വിത്ത് സെൻട്രൽ സെൽസ് ബൈ മീൻസ് ഓഫ് പ്ലാസ്മോഡെസ്മാറ്റ. ഇവരും ഇതേപോലെ തന്നെയാണ്, സെൻട്രൽ സെല്ലുമായിട്ട് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ എന്താണ് ഹാൻഡ് ഓവർ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. റെഡി. ദ സെൻട്രൽ സെൽ ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓഫ് ദി എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലുള്ള 7 സെൽസിൽ ഏറ്റവും വലിയ സെല്ലാണ് ഇത് സെൻട്രൽ സെല്ല്. ഇറ്റ് ഹാസ് ഹൈലി വാക്യുലേറ്റഡ് സൈറ്റോപ്ലാസം വിച്ച് ഇസ് റിച്ച് ഇൻ റിസർവ് ഫുഡ് ആൻഡ് ഗോൾജി ബോഡീസ്. റിസർവ് ഫുഡ് അതുപോലെ ഗോൾജി ബോഡീസ് ഒക്കെ ഉള്ള ഹൈലി വാക്യുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്യൂൾസ് ഉള്ള സൈറ്റോപ്ലാസമാണ് സെൻട്രൽ സെല്ലിനുള്ളത്. ഇൻ ദി മിഡിൽ ഓഫ് ദി സെൽ കണ്ടെയ്ൻസ് 2 പോളാർ ന്യൂക്ലി വിച്ച് ലാർജ് ന്യൂക്ലിയോലൈ. അതായത് ഈ സെൻട്രൽ സെല്ലിൻ്റെ സെൻറ്ററിലായിട്ട് മിഡിലായിട്ട് 2 സെല്ലുണ്ട്, അവരാണ് നമ്മൾ പോളാർ ന്യൂക്ലി എന്ന് പറയുന്നത്. ഓക്കെ, ദ പോളാർ ന്യൂക്ലി ഓഫൺ ഫ്യൂസ് ടു ഫോം എ സിംഗിൾ ഡിപ്ലോയിഡ് സെക്കൻഡറി ഓർ ഫ്യൂഷൻ ഓർ ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ്. ഈ പോളാർ ന്യൂക്ലിയസ് അവർ എൻ കണ്ടീഷനിലാണുള്ളത്, അവർ ഫ്യൂസ് ചെയ്തിട്ട് പിന്നീട് എന്തായി മാറും, സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന 2n കണ്ടീഷനിലുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡറി ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂക്ലിയസ് ആയി മാറും. അപ്പോൾ അവർ 2n കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. ദസ് ഓൾ ദി സെൽസ് ഓഫ് ദി എംബ്രിയോസാക്ക് ആർ ഹാപ്ലോയിഡ് എക്സെപ്റ്റ് ദി സെൻട്രൽ സെൽ
വിച്ച് ഇസ് ഫസ്റ്റ് ബൈന്യൂക്ലിയറ്റ് ആൻഡ് ദെൻ ബിക്കംസ് ഡിപ്ലോയിഡ് ഡ്യൂ ടു ഫ്യൂഷൻ ഓഫ് പോളാർ ന്യൂക്ലിയർ. അപ്പം നമ്മുടെ മെഗാസ്പോർ ഓൾറെഡി ഉണ്ടായിട്ടുള്ളത് മിയോസിസ് നടന്നിട്ടാണല്ലോ. മെഗാസ്പോർ ഹാപ്ലോയിഡ് ആയിരുന്നല്ലോ. അതിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ സെൽസും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. പക്ഷേ സെൻട്രൽ സെല്ല് മാത്രം എന്താണ്? ഡിപ്ലോയിഡ് ആവും. അതായത് ആദ്യം ബൈന്യൂക്ലിയേറ്റ് ആവും, 2 ന്യൂക്ലിയസ് ഉള്ള ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലായിരിക്കും ആദ്യം സെൻട്രൽ സെല്ല്. പിന്നീട് ഈ 2 സെല്ലും ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെല്ലായിട്ട് മാറും. ഓക്കെ, സെക്കൻഡറി ന്യൂക്ലിയസ് എന്നാണ് അതിനെ വിളിക്കുക. അങ്ങനെ സെക്കൻഡറി ന്യൂക്ലിയസ് ഉള്ള സെല്ലായി മാറും. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഓവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടു അല്ലേ. ന്യൂസെല്ലസിൻ്റെ പ്രൈമോഡിയമായിട്ട് പ്ലാസൻ്റയുടെ മുകളിലാണ് പ്ലാസൻ്റയ്ക്ക് ഓവറായിട്ട് ന്യൂസെല്ലസിൻ്റെ ഒരു പ്രൈമോഡിയമാണ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യും? ബേസിൽ നിന്നും ഇൻഡഗുമെൻറ്റ്സ് വന്നിട്ട് മൈക്രോപൈലാർ എൻഡ് അല്ലാത്ത എല്ലാ എൻഡിലും ഇൻഡഗുമെൻറ്റ്സ് വന്നിട്ട് കവർ ചെയ്യും അല്ലേ. പിന്നീട് മൈക്രോപൈലാർ എൻഡിൽ ഹൈപ്പോഡെർമൽ റീജിയനിൽ ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരും. അത് നമ്മൾ ആർക്കിസ്പോറിയൽ സെൽ എന്നാണ് വിളിക്കുക. ആ ആർക്കിസ്പോറിയൽ സെല്ലിൽ എന്തുണ്ടാവും? ഡിവിഷൻ നടക്കും. എന്നിട്ട് പറൈറ്റൽ സെല്ലും അതുപോലെ സ്പോറോജീനസ് സെല്ലും ഫോം ചെയ്യും അല്ലേ. സ്പോറോജീനസ് സെല്ലും. ഇനി ഈ സ്പോറോജീനസ് സെല്ല് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അതിൽ മിയോസിസ് നടന്നിട്ട് എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 മെഗാ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിലെ ഏറ്റവും ടോപ്പിലുള്ള, അതായത് ചലാസൽ എൻഡിലുള്ള സെല്ല് മെഗാസ്പോർ മാത്രം എന്ത് ചെയ്യും? റിമെയിൻ ചെയ്യും. ബാക്കിയൊക്കെ ഡീജനറേറ്റ് ചെയ്തു പോകും. ഈ ചലാസൽ എൻഡിലുള്ള മെഗാസ്പോറിൽ എന്ത് ചെയ്യും? അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, 2 ആവും. പിന്നീട് ഈ 2 സെൽസും 2 സൈഡിലേക്ക്, അതായത് ചലാസൽ എൻഡിലേക്കും മൈക്രോപൈലാർ എൻഡിലേക്കും പോയിട്ട് അവിടെ 2 ഡിവിഷൻ നടന്നിട്ട് 4 സെല്ല് 2 ഭാഗത്തും ഉണ്ടാക്കും അല്ലേ. പിന്നെന്താ നടക്കുക? പിന്നീട് 2 ന്യൂക്ലിയസ് എന്ത് ചെയ്യും? സെൻറ്ററിൽ അറേഞ്ച് ചെയ്യും. ബാക്കി 3 ന്യൂക്ലിയസ് 2 ഭാഗത്തും അറേഞ്ച് ചെയ്യും, ചലാസൽ എൻഡിലും അതുപോലെ മൈക്രോപൈലാർ എൻഡിലും. മൈക്രോപൈലാർ എൻഡിൽ ഉള്ള ന്യൂക്ലിയസ് അവിടെ സെൽസ് ഫോം ചെയ്യും. അത് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. ചലാസൽ എൻഡിലുള്ള ന്യൂക്ലിയസ് അവിടെയും സെൽസ് ഫോം ചെയ്യും. അത് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് വിളിക്കും. സെൻറ്ററിലുള്ള ന്യൂക്ലിയ അവർ ഫ്യൂസ് ചെയ്യും. അതൊരു സെല്ലായിട്ട് മാറും. സെൻട്രൽ സെൽ എന്നാണ് നമ്മളതിനെ വിളിക്കുക അല്ലേ. ഈ രൂപത്തിലാണ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് പഠിക്കണം. നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷനും അതുപോലെ ഡെവലപ്മെൻറ്റും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ സെവറൽ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ ഹാവിങ് എ ടെമ്പറേച്ചർ ഓഫ്. പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മൾ NCERT-യിലുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറാണ്. നീറ്റ് 2018 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, -196 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ, ബ്രീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് -196 ഡിഗ്രിയിലാണ്. ഓക്കെ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ഇൻ ആൻജിയോസ്പേംസ്? എംബ്രിയോ സാക്ക് ഏതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എംബ്രിയോ സാക്ക്? നമ്മളിപ്പോൾ പറഞ്ഞത് മോണോസ്പോറിക് ആണ് അല്ലേ. ടെട്രാസ്പോറിക് എന്ന് പറഞ്ഞാൽ 4 മെഗാസ്പോറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വരുന്നതാണ്. മോണോസ്പോറിക് എന്ന് പറയുമ്പം 1 മെഗാസ്പോറിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ മോണോസ്പോറിക് ആണ്. പിന്നെ മോണോസ്പോറിക്കിൽ തന്നെ നമ്മൾ എത്ര ഡിവിഷനാണ് പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ? അതായത് ആദ്യം ഒരു ഡിവിഷൻ നടന്നിട്ട് 2 എണ്ണം ഉണ്ടാവും. പിന്നെ 2 ഭാഗത്തേക്ക് പോയി അവിടെ ഒരു ഡിവിഷൻ നടക്കും, രണ്ടാമത്തെ ഡിവിഷൻ. 4 ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നീട് 8 ന്യൂക്ലിയസ് ആയി മാറും. അപ്പം 3 ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ, 3 ഡിവിഷൻ. അപ്പം മോണോസ്പോറിക് വിത്ത് 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മോണോസ്പോറിക് ആണ്. അതുപോലെ തന്നെ 3 മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ദ ഓവ്യൂൾ ഓഫ് ആൻ ആൻജിയോസ്പേം ഈസ് ടെക്നിക്കലി ഈക്വലൻ്റ് ടു. ഓവ്യൂള് എന്തിന് ഇക്വലൻ്റ് ആണ്? മെഗാ സ്പൊറാഞ്ചിയത്തിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, മെഗാ സ്പൊറാഞ്ചിയത്തിന് ഇക്വലൻ്റ് ആണ്
ഓവ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓവ്യൂള് മെഗാ സ്പൊറാഞ്ചിയത്തിന് ഇക്വലൻ്റ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ്. അല്ലേ, അലർജി കോസ് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. സ്റ്റോർഡ് പോളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസിൽ എന്താണ് ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ -196 ഡിഗ്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള പോളൻ ഗ്രെയിൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതും കറക്റ്റാണ്. ടപ്പീറ്റം ഹെൽപ്സ് ഇൻ ദി ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തറിൻ്റെ ഡെഹിസൻസിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എൻഡോത്തീഷ്യമാണ്. അല്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. എൻഡോത്തീഷ്യം ഹെൽപ്സ് ഇൻ ദി എന്താണ് ഡെഹിസൻസ് ഓഫ് ആന്തർ. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അല്ലേ, അതുപോലെ എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് മേഡപ്പ് ഓഫ് സ്പോറോ പോളനിൻ, അതും കറക്റ്റാണ്. അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻജിയോസ്പേംസ് മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇൻവോൾവ് മിയോസിസ്. രണ്ടിലും മിയോസിസ് നടക്കുന്നുണ്ട്. അല്ലേ, ഒക്കറിൻ ഓവ്യൂൾ, രണ്ടും ഓവ്യൂളിലാണോ നടക്കുന്നത്? അല്ല, ഒന്ന് ആന്തറിലാണ് നടക്കുന്നത്. ഒക്കറിൻ ആന്തർ, മറ്റേത് ഓവ്യൂളിലാണ് നടക്കുന്നത്. പിന്നെന്താണ്? ഫോം ഗമേറ്റ് വിത്തൗട്ട് ഫർദർ ഡിവിഷൻസ്. ഗമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫർദർ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ മിയോസിസ് ആണ്. മിയോസിസ് രണ്ടിലും നടക്കുന്നുണ്ട്. ഓക്കെ, മെയിൽ ഗാമെറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേംസ് പ്രൊഡ്യൂസസ് സിംഗിൾ സ്പേം ആൻഡ് 2 വെജിറ്റേറ്റീവ് സെൽസ്, 3 sperms, 2 sperms ആൻഡ് എ വെജിറ്റേറ്റീവ് സെൽ, സിംഗിൾ സ്പേം ആൻഡ് എ വെജിറ്റേറ്റീവ് സെൽ. 2 മെയിൽ ഗമേറ്റും അതുപോലെ ഒരു വെജിറ്റേറ്റീവ് സെല്ലുമാണ്. ഒരു ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ ഒരു ജനറേറ്റീവ് സെല്ലുമാണ് ആദ്യം ഉണ്ടാക്കുക. പിന്നീട് ഈ ജനറേറ്റീവ് സെൽസിൽ നിന്ന് 2 മെയിൽ ഗമേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലേ, അപ്പോൾ നമുക്ക് ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമേറ്റും എന്ന് പറയാം. അല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്ത് പറയണം? ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും എന്ന് പറയണം. ഇപ്പോൾ ഇവിടെ സ്പേം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് 2 sperms ആൻഡ് 1 വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയാം. അല്ലേ, ഓക്കെ. ഇനി ഫങ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ടു റെക്കഗ്നൈസ് സ്യൂട്ടബിൾ പോളൻ അറ്റ് സ്റ്റിഗ്മ, സ്റ്റിമുലേറ്റ് ഡിവിഷൻ ഓഫ് ജനറേറ്റീവ് സെൽ, പ്രൊഡ്യൂസ് നെക്ടാർ, ഗൈഡ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുക, അതുപോലെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അല്ലേ, അതേസമയത്ത് നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലവറിലാണ്. അല്ലേ, സ്റ്റിമുലേറ്റ് ഡിവിഷൻ ഓഫ് ജനറേറ്റീവ് സെൽ, ഇത് ആന്തറിൻ്റെ ഉള്ളിലാണ് വരിക. അല്ലേ, അതുപോലെ റെക്കഗ്നൈസ് ദ സ്യൂട്ടബിൾ പോളൻ അറ്റ് സ്റ്റിഗ്മ, അപ്പം ആദ്യത്തെ 3 ഇൻകറക്റ്റ് ആണ്. ഗൈഡ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് പ്ലാന്റ് സ്ട്രക്ചേഴ്സ് ഹാസ് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്? ഏതൊക്കെയാണ് ഹാപ്ലോയിഡ് നമ്പർ ക്രോമസോംസ് ഉള്ളത്? ന്യൂസെല്ലസിൽ ഡിപ്ലോയിഡ് ആണ്, 2n ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അല്ലേ, അതുപോലെ ആൻറ്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്. എഗ് ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ആണ്, അതേസമയത്ത് സെക്കൻഡറി ന്യൂക്ലിയസ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അല്ലേ, ഇനി മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്, അതേപോലെ ആൻറ്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്. എഗ് സെൽ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ആൻറ്റിപോഡൽ സെൽസ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ന്യൂസെല്ലസ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെൽ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ആൻറ്റിപോഡൽസും അതുപോലെ സൈനർജിഡ്സും അതുപോലെ എഗ് സെല്ലും ഒക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അല്ലേ, ഓക്കെ. അപ്പോൾ രണ്ടും ഹാപ്ലോയിഡ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അല്ലേ, എഗ് സെൽ ആൻഡ് ആൻറ്റിപോഡൽ സെൽസ്. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതുപോലെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.